നമസ്കാരം. ഞാനിന്ന് ഗോൾഡൻ പേപ്പർ ഉപയോഗിച്ച് ഒരു പൂവ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാനാണ് വന്നിരിക്കുന്നത്. ഈ പൂവ് ഉണ്ടാക്കുന്നതിന് ഗോൾഡൻ പേപ്പർ, പിന്നെ ഒരു ചെറിയ കഷ്ണം തുണി, പിന്നെ നൂൽക്കമ്പി, നൂല്, ഗ്രീൻ ടേപ്പ്, കത്രിക. സ്ക്വയർ ഷേപ്പിൽ ഈ പേപ്പർ വെട്ടിയെടുക്കണം. അത് ചെറുതായിട്ട് വെട്ടിയെടുക്കണം. ആ തരം 3 വെട്ടിയെടുക്കുക. കോണോട് കോണ് മടക്കിയിട്ട് വേണം വെട്ടാൻ തുടങ്ങാൻ. ഇങ്ങനെ ഓരോ ഇതളും വെട്ടിയെടുക്കണം. ഓവൽ ഷേപ്പിൽ വെട്ടിയെടുക്കണം. ഓരോ ഇതള് വെട്ടുമ്പോഴും അത് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരണം. ഒരു ചെറിയ തുണി എടുത്തിട്ട് അതിന് താഴെയായിട്ട് ഈ പെറ്റൽ വെക്കണം. എന്നിട്ട് ഒരു കമ്പി ഉപയോഗിച്ച് അത് ചുറ്റണം. പിന്നെ 2 വശത്തുനിന്നും അമക്കി കൊടുക്കണം. അങ്ങനെയല്ല, അമക്കി കൊടുക്കണം. അന്നേരം ഈ ടൈപ്പായിട്ട് ഇതുപോലെ ആ പേപ്പർ മാറി കിട്ടും. ഇങ്ങനെ ഓരോ ഇതളും ചുളുക്കിയെടുക്കണം. ആദ്യത്തെ പെറ്റൽ, ഈ പെറ്റൽ എടുത്തിട്ട് അതിനകത്ത് ഒരു വിരൽ വെക്കണം. ചൂണ്ടുവിരൽ വെച്ചിട്ട് അത് മടക്കിയെടുക്കണം. ഈ ഷേപ്പിൽ മടക്കിയെടുക്കണം. ഇങ്ങനെ. ഇനി രണ്ടാമതായിട്ട് എടുക്കേണ്ടത്, എടുക്കുമ്പോൾ ഇതെടുത്തിട്ട് അകത്തേക്ക് മടക്കണം. ഇനി അടുത്തത് പെറ്റൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ചൂണ്ടുവിരൽ വെച്ചിട്ട് ചുറ്റിയെടുക്കണം. ഇതുപോലെ ബാക്കി പെറ്റലുകളും ചുറ്റിയെടുക്കണം. അങ്ങനെ പെറ്റലുകളെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇനി അത് കൂട്ടി പൂവാക്കിയാൽ മതി. ഇനി ഇത് കൂട്ടി കെട്ടുന്നതിനാവശ്യമുള്ള കമ്പി മുറിച്ചെടുക്കണം. ഈ കമ്പി 2 ലെയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മുറിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ അറ്റം, അതായത് ഈ ഭാഗം മടക്കണം. ചുമ്മാ ഒരു കഷ്ണം ഈ മടക്കിയിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് ഒരു കഷ്ണം ഗോൾഡൻ പേപ്പർ വെക്കണം. വെച്ചിട്ട് ആ കമ്പിയുടെ അറ്റം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കമ്പി ചുറ്റിയ കഷ്ണം നൂലുപയോഗിച്ച് കെട്ടുക. ഇനി അകത്തേക്ക് മടക്കിയ പെറ്റിൽ വെച്ച് ഇതിനെ കവർ ചെയ്യണം. ആണോ? ഇത് അകത്തേക്ക് മടക്കിയ പെറ്റൽ 3 കെട്ടിക്കഴിഞ്ഞു. അടുത്തതായി
പുറത്തേക്ക് മടക്കിയ പെറ്റൽ അതിന് മുകളിലായി വെക്കണം. ഈ ജോയിൻ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് വേണം അടുത്ത പെറ്റൽ വയ്ക്കാൻ. രണ്ട് എതളുകൾ കൂടുന്ന ഭാഗത്തായി അടുത്ത എതൾ വയ്ക്കണം. ഇപ്പം പൂ റെഡിയായി കഴിഞ്ഞു. ഇനി അത് ചുറ്റിക്കെട്ടിയിട്ട് ഇനി ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റണം. അത് കഴിഞ്ഞ് താഴേക്ക് ചുറ്റി കൊടുക്കണം. അങ്ങനെ നമ്മുടെ പൂ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എന്താ, ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ? എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ കൊറോണ എന്ന മഹാമാരി അതിജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ള പ്രത്യാശയോടെ നിർത്തുന്നു. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.